Hi learners, welcome to I Plus Training Solutions. കേരള സെറ്റ് പേപ്പർ 2 ഹിസ്റ്ററിയുടെ 2026 നടന്നിട്ടുണ്ടായിരുന്ന ഫെബ്രുവരിയിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാമിനേഷന്റെ PYQ ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള അടുത്ത 5 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്നത്തെയും പോലെ ആ 5 ക്വസ്റ്റ്യൻസും അതിന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ആൻസറും എക്സ്പ്ലനേഷനും ഒക്കെ നമുക്കിന്ന് കാണാം. വൺസ് അഗൈൻ വെൽക്കം ടു I Plus Training Solutions. ഞാൻ ഭവിഷ. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് 1942 അല്ലെ ഇന്ത്യയിലുടനീളം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ ഒരു ആംഡ് റിബല്ലിയൻ നടത്താനായിട്ട് ലക്ഷ്യമിട്ടിട്ട് കോഴിക്കോട് ജില്ലയിലെ കീഴരിയൂരിൽ വെച്ചിട്ട് ബോംബുകൾ നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഈ ഒരു കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് പറയുന്നത് KB മേനോൻ. അദ്ദേഹമായിരുന്നു ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത്, KB മേനോൻ. ഓക്കെ, CP ശങ്കരൻ നായർ ഉൾപ്പെടെയുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള കുറച്ചധികം നേതാക്കൾ ഇതിൽ പ്രതികളായിരുന്നു. ദെൻ കേരളത്തിലെ ക്വിറ്റ് ഇന്ത്യ സമര ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇൻസിഡന്റ് ആയിട്ടാണ്, ഒരു വിപ്ലവ സംഭവത്തിൽ ഒന്നായിട്ടാണ് ഈ കീഴരിയൂർ ബോംബ് കേസിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മറ്റു ഓപ്ഷൻസ് സോൾട്ട് സത്യാഗ്രഹനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ 1930 അല്ലെ സോൾട്ട് സത്യാഗ്രഹം നടന്നിട്ടുണ്ടായിരുന്നത്. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹമാണ് സോൾട്ട് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അത് 1930-34 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു അല്ലെ. ഇനി കയ്യൂർ റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കയ്യൂർ റിവോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എന്താ അഗ്രികൾച്ചറൽ റിവോൾട്ട്, കർഷക സമരമായിരുന്നു അല്ലെ. അതായത് 1941 കയ്യൂർ റിവോൾട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. കാസർഗോഡ് ജില്ലയിലെ കയ്യൂർ എന്നുള്ള സ്ഥലത്ത് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കർഷക സമരമായിരുന്നു. അതുപോലെ തന്നെ ഈ കർഷക പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു കയ്യൂർ റിവോൾട്ട്. കയ്യൂർ സമരനായിക എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ആരാന്നറിയോ? K പാറുക്കുട്ടിയാണ് കയ്യൂർ സമരനായിക എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. കുറെ സമരനായികമാരുണ്ട്. K ദേവയാനി ഉണ്ട്. പുന്നപ്ര വയലാർ സമരനായിക എന്നറിയപ്പെടുന്നത് K ദേവയാനിയാണ്. ഓക്കെ, അപ്പോ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണേ. BD വേലു ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. കല്ലറ പാങ്ങോട് റിവോൾട്ട്, കടയ്ക്കൽ റിവോൾട്ട്, ചേങ്ങര അജിറ്റേഷൻ, പുന്നപ്ര വയലാർ റിബല്യൻ. ഇതിലേതുമായിട്ടാണ് BD വേലു അസോസിയേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി കടയ്ക്കൽ റിവോൾട്ട് ആണ് ശരിയായിട്ടുള്ള ആൻസർ. കടയ്ക്കൽ വിപ്ലവമാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പൊ എന്താണ് ഈ കടയ്ക്കൽ റിവോൾട്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 1938 കടയ്ക്കൽ റിവോൾട്ട് നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ട്രാവൻകൂറില് ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ ഭയങ്കര അതിന്റെ ഒരു പീക്ക് സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു സമയത്താണ് കൊല്ലം ജില്ലയിലെ കടയ്ക്കലില് ഈ ഒരു സമരം നടക്കുന്നത്. അപ്പൊ ഈ BD വേലു എന്ന് പറയുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാല് കടയ്ക്കൽ വിപ്ലവത്തില് വളരെ ധീരനായിട്ടുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു പോരാളി ഒക്കെ ആയിരുന്നു BD വേലു. ചന്തയിലെ അന്യായമായിട്ടുള്ള ഒരു ടാക്സ് കളക്ഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെതിരെയും അതുപോലെ തന്നെ പോലീസിന്റെ ഭയങ്കര സപ്രസീവ് മൂവ്മെന്റിനെതിരെയും ഒക്കെ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള റെസിസ്റ്റന്റ് മൂവ്മെന്റ്സിനൊക്കെ നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു BD വേലു. അപ്പോ ഈ ഒരു കടയ്ക്കൽ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം രക്തസാക്ഷിയാവും, മരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഈ ഗാന്ധിജിയുടെ അഹിംസ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ജനങ്ങൾ സ്വയം ആയുധം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വലിയ ഒരു മാസ് മൂവ്മെന്റ് ആയിരുന്നു. മാസ് മൂവ്മെന്റ് എന്നുള്ള ലെവലില് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഈ കടയ്ക്കൽ റിവോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രാങ്കോ രാഘവൻ എന്നുള്ള വ്യക്തിയാണ് ഈ ഒരു കടയ്ക്കൽ റിവോൾട്ടിനെ നയിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി കല്ലറ പാങ്ങോട് റിവോൾട്ട്. കല്ലറ പാങ്ങോട് റിവോൾട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 1938 ഇത് നടക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ടായിരുന്ന സെയിം ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണിത്. അപ്പൊ ഇതിലത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പട്ടം കൃഷ്ണനും അതുപോലെ കൊച്ചുപിള്ളയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി ചെങ്ങറ അജിറ്റേഷൻ എന്ന് പറയുന്നത് മോഡേൺ കേരളയിലെ നടന്നിട്ടുണ്ടായിരുന്ന ലാൻഡ്
സമരങ്ങൾ, ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള സമരങ്ങളുണ്ട്. അതിലൊന്നാണ്. അതായത് 2007 ഇത് തുടങ്ങിയിട്ടുണ്ട്, ചെങ്കര അജിറ്റേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇനി പുന്നപ്ര വയലാർ റിബലിയൻ എന്ന് പറയുന്നത് 1946 നടന്നിട്ടുണ്ടായിരുന്ന, ആലപ്പുഴയിൽ നടന്നിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു വിപ്ലവ റിബല്യൻ ആയിരുന്നു. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഇതിന്റെ ഭാഗമാണ് കേട്ടോ. നെക്സ്റ്റ്, who succeeded to the office of Diwan when Sir C.P. Ramaswamy Iyer resigned in 1947? 1947 സർ സി പി രാമസ്വാമി അയ്യർ റിസൈൻ ചെയ്തിട്ടുള്ള സമയത്ത് ദിവാനായിട്ട് ഉണ്ടായിരുന്നത് ആരാണ് എന്നാണ് ചോദ്യം. EL ജോൺ, മുഹമ്മദ് ഹബീബുള്ള, ദിവാൻ നാണു പിള്ളை, PGN ഉണ്ണിത്താൻ. ആരാണ്? ഓപ്ഷൻ ഡി, PGN ഉണ്ണിത്താനാണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ട്രാവൻകൂറിന്റെ ഒരു ഹിസ്റ്ററിയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ഈ പറയുന്ന ഇൻസിഡന്റ്. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 1947 ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിന് തൊട്ട് മുമ്പ് തിരുവിതാംകൂറിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ചസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് CP രാമസ്വാമി അയ്യര് ഒരു ഇൻഡിപെൻഡന്റ് ട്രാവൻകൂർ എന്നുള്ള ഒരു ആശയം കൊണ്ടുവരായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ അത് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പുന്നപ്ര വയലാർ ഇൻസിഡന്റും ആ ഒരു സമരവും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ള വധശ്രമവും അതൊക്കെ കാരണം അദ്ദേഹത്തിന്റെ രാജിയിലാണ് അതിന്റെ ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാജിയായിരുന്നു. ഓക്കെ. ആ ഒരു സമയത്ത് PGN ഉണ്ണിത്താനാണ് അധികാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് CP രാമസ്വാമി അയ്യര് രാജിവെച്ചതിനെ തുടർന്നിട്ട് തിരുവിതാംകൂറിലെ ലാസ്റ്റ് ദിവാനായിട്ട് PGN ഉണ്ണിത്താനാണ് നിയമിതനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ആ ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ ഉണ്ടല്ലോ, അതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റു ഓപ്ഷൻസിലുള്ള വ്യക്തികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഹബീബുള്ളനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. മുഹമ്മദ് ഹബീബുള്ള എന്ന് പറയുന്നത് 1934 മുതൽ 1936 വരെ ട്രാവൻകൂർ ദിവാനായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അതായത് CP രാമസ്വാമിക്ക് തൊട്ടു മുന്നേ ദിവാനായിട്ടുണ്ടായിരുന്നത് മുഹമ്മദ് ഹബീബുള്ള ആയിരുന്നു. ദിവാൻ നാണുപിള്ള, ആയില്യം തിരുനാൾ അതുപോലെ തന്നെ വിശാഖം തിരുനാൾ എന്നിവരുടെ കാലഘട്ടത്തിൽ ദിവാനായിട്ടുണ്ടായിരുന്ന പ്രമുഖ ദിവാനായിരുന്നു ദിവാൻ നാണുപിള്ള. ഓക്കെ. Next question. The Mughal historian who criticized Akbar's religious policy and wrote Muntaqab-ut-Tawarik. ഈ ഒരു വർക്ക് എഴുതിയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആരാണ്? അപ്പൊ ഇതിലൂടെ അക്ബറിന്റെ റിലീജിയസ് പോളിസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്ന വ്യക്തി ഹിസ്റ്റോറിയൻ ഏതായിരുന്നു? മുഗൾ ഹിസ്റ്റോറിയൻ ഏതായിരുന്നു ആണ് ചോദ്യം. അബുൾ ഹസൽ, അബ്ദുൾ ഹമീദ് ലഹോരി, നിസാമുദ്ദീൻ അഹമ്മദ്, ബദൌനി. ഇതിൽ ആരാണ്? ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ബദൌനി ആണ്. അപ്പൊ അബ്ദുൾ ഖാദർ ബദൌനി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് മുൻതഖാബുത്-തവാരിഖ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് അക്ബറിന്റെ ഭരണ കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള 3 വോളിയംസ് ആയിട്ടുള്ള ഒരു വർക്കാണ് മുൻതഖാബുത്-തവാരിഖ് എന്ന് പറയുന്ന വർക്ക്. അതായത് അക്ബറിന്റെ കോർട്ട് ഉണ്ടല്ലോ, അതിലെ ഒരു ഔദ്യോഗിക ഹിസ്റ്റോറിയൻ ആയിരുന്നു എങ്കിലും, അതായത് ഒഫീഷ്യൽ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിരുന്നു എങ്കിൽ കൂടി അക്ബറിന്റെ പല റിലീജിയസ് പോളിസികളും ദീലിന്റെ അഹി പോലുള്ള റിലീജിയസ് റിഫോംസും ഒക്കെ ഇദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ബറിന്റെ കാലഘട്ടത്തിലത്തെ ഒരു ഭയങ്കര ക്രിട്ടിസൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ചുരുക്കം ഹിസ്റ്റോറിയൻസിൽ ഒരാളായിരുന്നു ബദൌനി. ഓക്കെ. മറ്റു ഓപ്ഷൻസ്, ആദ്യത്തെ ഓപ്ഷൻ ആരാണ്? അബുൾ ഫസൽ ആണ് അല്ലെ. അബുൾ ഫസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും മന്ത്രിയും ഒക്കെ ആയിരുന്നു അബുൾ ഫസൽ. അക്ബർനാമ, ഐനി അക്ബരി എന്നീ പ്രശസ്തമായിട്ടുള്ള വർക്കുകളൊക്കെ അബുൾ ഫസൽ ആണ് രചിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബദൌനിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അക്ബറിന്റെ നയങ്ങളെ ഇദ്ദേഹം ഭയങ്കരമായിട്ട് പുകഴ്ത്തിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി അബ്ദുൾ ഹമീദ് ലഹോരി, അതായത് ഷാജഹാന്റെ ഭരണകാലത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒഫീഷ്യൽ കോർട്ട് ഹിസ്റ്റോറിയൻ ആയിരുന്നു ലഹോരി. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് പാത്ഷാനാമയായിരുന്നു കേട്ടോ. ഇനി നിസാമുദ്ദീൻ അഹമ്മദ്, അക്ബറുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഹിസ്റ്റോറിയൻ ആയിരുന്നു നിസാമുദ്ദീൻ അഹമ്മദ്. പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് തബാഖത്ത്-ഇ-അക്ബറി ആണ് കേട്ടോ. തബാഖത്ത്-ഇ-അക്ബറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പ്രഷ്യൻ മിഷണറി ഹു എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഇൻ നാഗർകോയിൽ. നാഗർകോയിലില് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രഷ്യൻ മിഷണറി ആരായിരുന്നു എന്നാണ് ചോദ്യം. ബെഞ്ചമിൻ ബെയ്ലി, റെവറൽ മീഡ്, അതുപോലെ റിംഗൽ ട്യൂബ്, റെവറൽ ഡേവ്സൺ. നോക്കാം.
ഒരു തവണ HSA ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു. HSAയുടെ ഫിസിക്കൽ സയൻസിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന HSA ഫിസിക്കൽ സയൻസിനായിരുന്നു തോന്നുന്നു, ജനറൽ പേപ്പറിന്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഐ തിങ്ക് അതാണ് ഈ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2025 കഴിഞ്ഞിട്ടുണ്ടായിരുന്ന എക്സാം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ല ഫെമിലിയർ ആണ്. ഓക്കെ, ദ പ്രഷ്യൻ മിഷണറി ഹു എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾസ് ഇൻ നാഗർകോവിൽ. ആൻസർ വരുന്നത് റിംഗൽ ട്യൂബ് ആണ്. ഓക്കെ, വില്യം തോബിയസ് റിംഗൽ ട്യൂബ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വരുന്നത്. ലണ്ടൻ മിഷണറി സൊസൈറ്റി, അതായത് LMS ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് ട്രാവൻകൂറിൽ എത്തിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് മിഷണറി ആയിരുന്നു റിംഗൽ ട്യൂബ്. ഓക്കെ, അദ്ദേഹം ഒരു പ്രഷ്യൻ വംശജനായിരുന്നു. 1806 ട്രാവൻകൂറിൽ എത്തിയിട്ടുണ്ടായിരുന്ന അദ്ദേഹം മൈലാടി കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. നാഗർകോവിലും അതിന്റെ അസോസിയേറ്റഡ് ഉള്ള ഭാഗങ്ങളിലും ഒക്കെ നിരവധി സ്കൂളുകളും പള്ളികളും ഒക്കെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, ദരിദ്രർക്കും ഭയങ്കര മാർജിനലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാനൊക്കെയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ബെഞ്ചമിൻ ബെയ്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോട്ടയം കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്ന CMS മിഷണറിയാണ് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. കോട്ടയം CMS പ്രസ് സ്ഥാപിച്ചിട്ടുള്ളത് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇനി റവറന്റ് മീഡ് ആരാണ്? റിംഗൽ ട്യൂബിന് ശേഷം നാഗർകോവിലിലെ LMS പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റവറന്റ് മീഡ് ആയിരുന്നു. ഓക്കെ, ഇനി റവറന്റ് ഡേവ്സൺ അല്ലെങ്കിൽ റവറന്റ് ഡോസൺ ആരായിരുന്നു? LMS പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.